ശ്രീമതി കെ ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് അതറിയാം. വയനാട് ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് എൻ്റെ നിയോജക മണ്ഡലമായ മട്ടന്നൂരിൽ അതുപോലെ തന്നെ കനത്ത ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും ഉണ്ടായി. എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല. അത് തക്ക സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വയനാടിൻ്റെ മഹാദുരന്തത്തിനിടയിൽ ഒരു ചെറിയ പ്രദേശത്തുണ്ടായിട്ടുള്ള ദുരന്തം ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഉരുൾപൊട്ടലിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മാങ്ങാട്ടിടം പഞ്ചായത്തിൽ 22 വീടുകളും, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ 9 വീടുകളും, കോളയാട് പഞ്ചായത്തിൽ 8 വീടുകളും, കീഴല്ലൂരിൽ 4 വീടുകളും, മാലൂർ പഞ്ചായത്തിൽ 7 വീടുകളും, മട്ടന്നൂർ നഗരസഭയിൽ 5 വീടുകളും, പടിയൂർ പഞ്ചായത്തിൽ 1 വീടും പൂർണ്ണമായും തകർന്നുപോയി സർ. മിക്കവാറും മൺകട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വീടുകളായിരുന്നു ഇവ. 300 ആളുകളെ വിവിധ ക്യാമ്പുകളിലായി അവിടെ മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ട് വന്നു. 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ സമയത്ത് അവിടെ തുറന്നിരുന്നു. 800-ലേറെ വീടുകളിൽ ചെളിയും മറ്റും കയറി അത് വലിയ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ചെളിയെല്ലാം മാറ്റിയ ആളുകളെ താമസിപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാ വീട്ടുപകരണങ്ങളും നശിച്ചുപോയി. ഫ്രിഡ്ജുകളൊക്കെ വീട്ടിൽ നിന്ന് ഒഴുകി വലിയ നാശനഷ്ടം ഉണ്ടായി, പുറത്തു പോയി. പക്ഷേ അത് തിരിച്ചെടുത്തപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഞാനതിൻ്റെ ആഘാതത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഫ്രിഡ്ജ് ഒഴുകിപ്പോയതിനെക്കുറിച്ച് പറഞ്ഞത്. വീട്ടുപകരണങ്ങളും സോഫയും മറ്റ് തുണികളും അലമാരയും എല്ലാം നശിച്ചുപോയി സർ. ഇത് ഏറെ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് രേഖകൾ, ആധാർ കാർഡ്, അതുപോലെ തന്നെ കുട്ടികളുടെ പുസ്തകങ്ങൾ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. കൃഷിഭൂമി പൂർണ്ണമായും പോയി. ഒരുപാട് മൃഗങ്ങൾ, വളർത്തുമൃഗം ഒഴുകിപ്പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങളാണ് സർ ഉണ്ടായത്. ഭാഗികമായി തകർന്ന വീട് വേറെയുണ്ട്. 75ഓളം വീടുകൾ ഭാഗികമായതും കൂടി കൂട്ടിയാൽ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഈ പൂർണ്ണമായും തകർന്നു പോയ വീടുകൾ നിർമ്മിക്കുന്നതിന് 1,20,000 രൂപയാണ് ഗവൺമെൻറ് സഹായമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. മുഴുവനായി കിട്ടിയിട്ടില്ല. എന്നാൽ 4 ലക്ഷം രൂപയെങ്കിലും ലൈഫ് ഭവന പദ്ധതിയുടെ സഹായ പദ്ധതിയെങ്കിലും അവിടെ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്തിന് വേണ്ടി ഒരു പാക്കേജ്, ഇപ്പോൾ നേരത്തെ കോഴിക്കോടുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്തരം ഒരു പാക്കേജും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടൊരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, കണ്ണൂർ ജില്ലയിൽ 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും ആവശ്യഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളതുമാണ്. സർ, പ്രകൃതിക്ഷോഭത്തിൽ വീടുകളും മറ്റ് ജീവിതോപാധികളും നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള അർഹമായ ദുരിതാശ്വാസ സഹായം അനുവദിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ പൂർണ്ണമായും നാശം സംഭവിച്ച 11 വീടുകൾക്കും ഭാഗികമായി നാശം സംഭവിച്ച 393 വീടുകൾക്കും നഷ്ടപരിഹാരം കിട്ടുന്നതിനായിട്ടുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളതാണ്. വീടുകൾക്ക് നാശനഷ്ടം സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകളിൽ റിലീഫ് പോർട്ടൽ മുഖാന്തരം ദുരിതാശ്വാസ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിച്ചു വരികയാണ്. വീടും സ്ഥലവും നഷ്ടപ്പെട്ട കേസുകളിൽ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശമുണ്ടായ മേഖലകളിൽ മണ്ണ് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധന നടത്തി ആവശ്യമായ പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനും മണ്ണൊലിപ്പ് മൂലം തകർന്ന കിണറുകൾ, തോടുകൾ, വയലുകൾ, കുളങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൃഷി വകുപ്പിൽ നിന്ന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുള്ളതാണ്. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച മട്ടന്നൂർ, കൂടാളി, കീഴല്ലൂർ, കോളയോട്, മാലൂർ, ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടിടം കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന 23 കർഷകർക്ക് ആകെ 18,32,189 രൂപ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുള്ള നടപടികൾ കൃഷി വകുപ്പിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. സാർ, പ്രകൃതിക്ഷോഭങ്ങൾക്ക് ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡ പ്രകാരം നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അതത് വകുപ്പുകൾ തിട്ടപ്പെടുത്തി നൽകുന്ന മുറയ്ക്ക് ദുരിതാശ്വാസ സഹായം സർക്കാർ അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം വ്യക്തിഗത നാശനഷ്ടങ്ങൾക്കും പൊതുനാശനഷ്ടങ്ങൾക്കും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണുള്ളത്. ഇതുപ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ധനസഹായം വളരെ കുറവാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചതുപോലെ ഈ പ്രശ്നങ്ങളാണ് നേരത്തെയും ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം കേന്ദ്രത്തിന് വയനാടും അതുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച്
പ്രത്യേക സഹായം വേണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ STRF-ൻ്റെ മാനദണ്ഡങ്ങളിൽ നമുക്കിതെല്ലാം ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്ന പ്രശ്നമുണ്ട്. STRF-ൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് വീട് നഷ്ടപ്പെട്ടവർ, പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുന്നത് കുന്നിൻ പ്രദേശങ്ങളിലാണെങ്കിൽ 1,30,000-ഉം സമതലങ്ങളിലാണെങ്കിൽ 1,20,000 രൂപയുമാണ്. സാർ, ഈ പ്രശ്നം ബഹുമാനപ്പെട്ട അംഗം തന്നെ നേരത്തെ ഞങ്ങളോട് പറയുകയും 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗത്തിന് മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിരുന്നു. സാർ, 9/9/2024 ചേർന്ന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ STRF-ഉം CMDRF-ഉം ചേർത്ത് പരമാവധി സഹായം മുമ്പ് നിർണയിച്ച വിവിധ സ്ലാബുകളെ നിലനിർത്തിക്കൊണ്ട് നഷ്ടത്തിൻ്റെ തോത് 15% വരെയുള്ളവർ, 16 മുതൽ 29% വരെയുള്ളവർ, 30 മുതൽ 59% വരെയുള്ളവർ, 60 മുതൽ 74% വരെയുള്ളവർ, 75-നും 100%-നും ഇങ്ങനെ പ്രത്യേക സ്ലാബാക്കി മാറ്റാനും ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ നൽകുന്ന തരത്തിൽ CMDRF കൂടി കൂട്ടി ആവശ്യമായ ധനസഹായം നൽകുന്നതിന് തീരുമാനമെടുത്തു. അതിൻ്റെ GO ഈ സബ്മിഷൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അടിയന്തരമായി പുറത്തിറക്കുന്നതാണ്. സാർ, പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെയുള്ളവർക്ക് വീട് നഷ്ടപ്പെട്ടാൽ പരമാവധി 4 ലക്ഷം രൂപ അനുവദിക്കുന്നതിനും ഭൂമിയും വീടും നഷ്ടപ്പെട്ടാൽ 10 ലക്ഷം രൂപയായി അത് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നതാണ്. സാർ, ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ രേഖകൾ നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും അതിൻ്റെ രേഖ നൽകാൻ പ്രത്യേകമായ നിർദ്ദേശം കണ്ണൂരിലെ ജില്ലാ കളക്ടർക്ക് നൽകുന്നതാണ്. ആവശ്യമെങ്കിൽ ആ മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അദാലത്ത് തന്നെ നടത്തി ആവശ്യമായ രേഖകൾ തിരിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡ പ്രകാരം നാശനഷ്ടങ്ങൾക്ക് തുല്യമായ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനോ പാക്കേജ് തയ്യാറാക്കുന്നതിനോ ഒരു വ്യവസ്ഥയില്ല. എങ്കിലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക്, കന്നുകാലികൾ നഷ്ടപ്പെട്ടവർക്ക്, ജീവിതോപാധികൾ നഷ്ടപ്പെട്ടവർക്ക്, ഈ ദിവസങ്ങളിൽ ക്യാമ്പുകൾ പോകേണ്ടി വന്നവർക്കൊക്കെ മാനദണ്ഡ പ്രകാരമുള്ള ധനസഹായം അടിയന്തരമായി അനുവദിച്ച് നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്.